പടയപ്പ എന്ന കാട്ടാന വീണ്ടും ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി. നേരത്തെ ഈ വാർത്ത പറഞ്ഞാണ് മാട്ടുപ്പെട്ടിയിലാണ് കാട്ടാന എത്തിയത്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ഈ പടയപ്പ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അത് റേഷനറി വല്ലതും കഴിച്ചിരുന്നോ? ഇപ്പോൾ കാണുന്നത് വളരെ സ്പീഡ് അവലംബിച്ച് പോവാണ്, വണ്ടിയൊന്നും ഉപദ്രവിക്കുന്നില്ല. പടയപ്പ സാധാരണ റേഷൻ കട കുത്തി തുറക്കാറുള്ളതാണല്ലോ, ഇപ്പം പടയപ്പയ്ക്ക് റേഷൻ കട മടുത്തോ? രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. പറയൂ രാഹുൽ. ഈ പടയപ്പ ഒരു നീണ്ട യാത്രയിലായിരുന്നു, മറയൂർ ഭാഗത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വീണ്ടും അത് തിരിച്ച് മൂന്നാർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത് മാട്ടുപ്പെട്ടിയിൽ എത്തിയത്. മാട്ടുപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവികുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഈ പടയപ്പ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളുള്ളത്. അതിന് മുമ്പിൽ കുറച്ച് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആളുകൾ ബഹളം വെക്കുന്നതോടെ ആ സൈഡിലൂടെ പടയപ്പ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആളുകളുടെ ശബ്ദത്തിന്റെ തീവ്രത കൂടിയപ്പോൾ ആനയുടെ വേഗതയും കൂടി എന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാത്രമല്ല ആന നടന്നു പോകുന്നതിനിടയിൽ അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, ആ ഓട്ടോറിക്ഷയിൽ പയ്യൊന്ന് തൊട്ടി തലോടി നോക്കുന്നതും ഒക്കെ കാണാം. എന്തായാലും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആന ഇപ്പോഴും പക്ഷേ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെയുണ്ട്. RRT നിരീക്ഷണവും കാര്യക്ഷമമായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു രാഹുൽ വിജയൻ. ഈ പടയപ്പ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മാട്ടുപ്പെട്ടി മൂന്നാർ മേഖലയൊക്കെ തന്നെ. അവിടെ ഈ പടയപ്പ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതല്ല വലിയ അപകടം ഉണ്ടാക്കുന്നില്ല എന്നത് പടയപ്പോട് നമ്മൾ നന്ദിയുള്ളവരാകണം.